സ്വന്തം ഭാര്യ റൂം അടച്ചിരുന്നിട്ട് സ്വന്തം മക്കളെ അപ്പുറത്തെ റൂമിലേക്ക് എടുത്ത് ഉറക്കിയിട്ട് എന്നോടുള്ള ഭീഷണി മക്കളെയും ഭീഷണിപ്പെടുത്തിയിട്ട് സ്വന്തം തൊട്ടപ്പുറത്തെ റൂമിൽ വാതിലടച്ചിരുന്നിട്ട് ശരീരം കാണിച്ചു കൊടുത്ത് കാശ് ഉണ്ടാക്കണം നേരിട്ട് കണ്ട ഒരു ഭർത്താവാണ് ഞാൻ. അത് ഞങ്ങൾക്ക് അറിയണം. നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മക്കളെ പോലും കൊല്ലാൻ മടിയില്ലാത്ത അമ്മമാരുള്ള ലോകമാണ് ഇപ്പോൾ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ചിലർ ഓൺലൈൻ സെക്സ് വാലടച്ചിരുന്നിട്ട് മക്കളായാലും അതിനകത്ത് ഇരുന്നിട്ട് എന്താണ് ചെയ്യണമെന്നുള്ളത് ഓരോ അച്ഛനമ്മമാരും ശ്രദ്ധിച്ചോളും. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു 10 വയസ്സിന് താഴെയുള്ള ഒരു പയ്യനായിട്ടുള്ള അടുപ്പവും എൻ്റെ ഭാര്യയുടെ അടുപ്പവും അവളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഷെമി എന്ന് പറയുന്ന ഒരു പെണ്ണായിട്ടുള്ള കൂട്ടും ഒക്കെ ആയിട്ട് വഴി തെറ്റിപ്പോയ ഒരു ഭാര്യ. അവളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ഞാൻ ശ്രമിച്ചു. എന്നിട്ട് പൈസ എന്നുള്ള സംഭവത്തിന് മക്കൾക്ക് വില പോലും കൊടുക്കാണ്ടാണ് ആ സ്ത്രീ കാമുകൻ്റെ കൂടെയാ പോയത്. കാമുകൻ്റെ കൂടെ പോയി. അതിന് കൂട്ടി ഷെമി സ്ത്രീ ഉണ്ടായിരുന്നു. കാമുകൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി. മലപ്പുറത്താണ് ഇപ്പോൾ അവരുള്ളത്. ഈ മലപ്പുറത്തേക്ക് ഈ കാമുകൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. അവിടെ ഒരു വാടകയ്ക്ക് സ്ഥലം എടുത്തിട്ടാണ്. ഈ പകല് തുണിക്കടയിൽ ജോലിക്ക് പോകും, വൈകുന്നേരം ഈ ഓൺലൈൻ സെക്സ്. ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാണ് എൻ്റെ അറിവുള്ളത്. കാരണം അവരുടെ കയ്യിൽ ഒരു 70,000-80,000 ഒരു മൊബൈൽ തന്നെ അവരുടെ കയ്യിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഹോട്ടലിലെ റൂമൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആ പയ്യൻ കൊണ്ട് നടക്കണേൻ്റെ സ്വന്തം 10 വയസ്സിന് മൂപ്പുള്ള ഒരു പെണ്ണിനെ കൊണ്ട് നടക്കണേൻ്റെ ഫോട്ടോസും വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്. ആ പയ്യൻ പലരോടും പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കാമുകിയാണെന്നും നഴ്സിങ്ങിന് പഠിക്കുന്ന ഒരു പെണ്ണാണെന്നും പറഞ്ഞിട്ടാണ്. പക്ഷേ ആൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളതൊന്നും അവൻ്റെ നാട്ടിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പയ്യൻ അവളെ കൊണ്ടുപോയിട്ടുള്ളത് ഗൾഫുകാരനാണ്. ഗൾഫിൽ ഒരുപാട് പൈസ എൻ്റെ പിടിച്ച് കെട്ടി കിടക്കുന്നുണ്ട്, അത് കിട്ടണം. പിന്നെ നമുക്ക് ഓൺലൈൻ ഇവള് പറഞ്ഞ അറിവ് എനിക്കുള്ളൂ, അവൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ സെക്സ് വർക്ക്, എൻ്റെ ഓൺലൈൻ വർക്ക് അറിയുന്ന ഒരാളുടെ കൂടെയാണ്. ആൾക്ക് എല്ലാം അറിയാം. ആളുടെ അമ്മയും പെങ്ങളും ഇതുപോലെ സെക്സ് വർക്ക് ഉണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് വിശ്വസിച്ചില്ല. അപ്പോൾ അവൾ പറയണത് ഡെലിവറിക്ക് പോകുമ്പോൾ, പ്രസവത്തിന് മുമ്പായാലും നമ്മുടെ ശരീരം ഡോക്ടർമാർ കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് കാണിച്ചു കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കിയോടെ, ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ആ സ്ത്രീ ശരീരം വിറ്റ് കാശ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആ സ്ത്രീനെ ഞാൻ ഒഴിവാക്കി. ഞങ്ങൾക്ക് വേണ്ട. എൻ്റെ മക്കൾക്ക് അങ്ങനത്തെ ഒരു സ്ത്രീ, അമ്മയായിട്ടുള്ള സ്ത്രീ വേണ്ട. ഞാനും മക്കളും തനിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ. അവരെ പേടിച്ചാണ് ജീവിക്കുന്നത്. ഇതെൻ്റെ അനുഭവമാണ് നിങ്ങളുടെ ഞാൻ എത്തിക്കുന്നത്. നാളെ നിങ്ങളുടെ കുടുംബത്തിലും ഇവർ വന്ന് എത്തിപ്പെടാതിരിക്കട്ടെ. ആ സ്ത്രീ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മറ്റു പലരെയും ഇതിലേക്ക് ചേർക്കുമെന്ന്. ഇതിൽ നാണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ MDMA എന്നുള്ള ലഹരി ഉപയോഗിച്ചിട്ടാണ് മത്ത് പിടിച്ച ലെവലിലാണ് അവരിയ്ക്കണേ. കാരണം ഒരാളുടെ മുമ്പിൽ തുണി അയച്ച് കാണിച്ചിട്ട് മുമ്പ് നാണം വരാതിരിക്കാനാണെന്നാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത്. ഇവളെ ഇരുന്ന് ചെയ്യണതിൻ്റെ വീഡിയോസ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. അധികാരികൾ ചെറിയ 2 സ്റ്റേഷനിൽ ഞാൻ ഈ പരാതി പറഞ്ഞപ്പോൾ അതിനെതിരെ ആക്ഷൻ എടുക്കാനോ എന്നെ സഹായിക്കാനോ പോലീസുകാരൊന്നും തയ്യാറായിട്ടില്ല. അധികാരികൾ എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്താൽ ഇതിൻ്റെ അന്വേഷണം വരണമെന്ന് വെച്ചാൽ, എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും ജീവിച്ച് കാണിക്കാൻ തന്നെയാണ് തീരുമാനം. എന്നെ ഭീഷണിപ്പെടുത്താനോ എൻ്റെ വീട്ടിലേക്ക് ഇവരെ ആൾക്കാർ എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ സ്ത്രീ ചെയ്ത് കൂട്ടിയതിൻ്റെ എല്ലാ തെളിവും ഞാൻ അവളെ മുഖം മറച്ചിട്ട് എല്ലാ ഭാഗങ്ങളും വീഡിയോസും ഞാൻ ഈ ന്യൂസിനെ കൊടുക്കുന്നതായിരിക്കും.